ഇവനാണ് എന്റെ ഏട്ടനെ കൊന്നത്. പ്ലീസ് അറസ്റ്റ് ഹിം. വിടറാ അവനെ. സർ പ്ലീസ്. വിടറാ. സർ പ്ലീസ്. ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ്. Come on, take him. Hey, take this bastard. Please, push it. Please, please. Get those people. കൊണ്ടുപോടാ പട്ടി. Come on, lock him up. ഓടാ. നാട്ടിൽ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവനെയൊക്കെ നിനക്ക് തെരുവിലിട്ട് തല്ലണം അല്ലടാ തെണ്ടി. ഇത് തന്നെയായിരുന്നു നിന്റെ ചേട്ടന്റെ തിളപ്പ്. അതുകൊണ്ടാടാ ആണുങ്ങൾ അവനെ നടു റോഡിലിട്ട് പട്ടിയെ പോലെ കൊന്നത്. ഗോവിന്ദൻ, എന്താ ഇത്? ദിസ് ഈസ് ബ്രൂട്ടൽ. നിങ്ങൾ ഇത്ര ക്രൂരനായി പോയല്ലോ ഗോവിന്ദൻ. ഞാൻ ഇയാളെ കൊണ്ടുപോവാണ്. Take him. No. What do you mean? ഇവന്റെ പേരിലുള്ള ചാർജ് എന്താണെന്ന് അറിയാമോ സാറിന്? He assaulted me. I mean, ഈ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ രണ്ടാമനായി എന്നെ പെരുവഴിയിലിട്ട് തല്ലിയവനായവൻ. അത് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്. I won't leave him, sir. Please, Mr. Govindan. You are playing with his future. IPS ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള അയാൾക്ക്. So what? സർവീസിലുള്ള ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിടിച്ച് പൊളിച്ചിട്ട് വേണം ഇവന്റെ ട്രെയിനിങ്ങിന് ചെല്ലാൻ. മിസ്റ്റർ ഗോവിന്ദൻ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ നീതിയും നിയമവും പ്രിൻസിപ്പിളും എത്തിക്സും പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്ത് പറ്റി സാർ? ഏത് വകുപ്പിലാ, എന്ത് അധികാരത്തിലാ നിങ്ങൾ ഇവന്റെ റിലീസ് ആവശ്യപ്പെടുന്നത്? ദിസ് ബെഗർ ഈസ് ഇൻ കസ്റ്റഡി ഫോർ നോൺ ബെയിലബിൾ ഒഫൻസ്. വെറുതെ സമയം കളയണ്ട സാർ. ജാമ്യത്തിൽ പോലും ഇവനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിയമത്തിൽ അതിന് പഴുതില്ല സാർ. ഐ വിൽ ടേക്ക് ഹിം ടു ദ കോർട്ട് ആൻഡ് ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഹി ഈസ് പണിഷ്ഡ്. Come on, lock him up. സാർ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കുട്ടി. ഡാഡി പ്ലീസ്. നടക്കണം. മാറി നിൽക്കണം അങ്ങോട്ട്. എന്താണ് നോക്കിങ്ങനെ കൊണ്ടുപോടോ എന്റെ ഏട്ടനെ. സാർ പ്ലീസ് സാർ, ഇറങ്ങി പോടാ പുറത്ത്. This court of law is convinced beyond any doubt or dispute that the accused Ravi Shankar is guilty of the charges leveled against him. പരസ്യമായി പൊതുജനമധ്യത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കർത്തവ്യ നിർവഹണത്തിന് വിഘ്നം വരുത്തുകയും ചെയ്ത പ്രതി IPS കേഡറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് കുറ്റം ഗുരുതരമാക്കുന്നു. എന്നാൽ തദവസരത്തിൽ
സ്വസഹോദരന്റെ ക്രൂരമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിനെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിലും വേദനയിലുമായിരുന്നു പ്രതി എന്ന മാനുഷിക വശം ഈ കോടതി ദയാപൂർവം പരിഗണിക്കുന്നു. എങ്കിൽ തന്നെയും പ്രസ്തുത പരിഗണന അനഭിലഷണീയമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൂടാ എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട്. ആയതിനാൽ താഴെ പറയുന്ന വകുപ്പുകൾ പ്രകാരം പ്രതി രവിശങ്കറിനെ ഈ കോടതി 2 വർഷം കഠിന തടവിന് ശിക്ഷിക്കുന്നു. IPS പോയെങ്കിൽ എന്താടാ, ജയിലിലും കിട്ടും ശമ്പളം, ചെയ്യുന്ന ജോലിക്ക്. പിന്നെ 2 കൊല്ലം സുഭിക്ഷമായിട്ട് സർക്കാരിന്റെ ശാപ്പാട്, 3 നേരം. പോരേടാ നിനക്ക്. ആ ചെല്ല, ജയിലിൽ നിനക്കൊരു 1-ാം തരം സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞാൻ. നിന്റെ ബാക്കിയുള്ള ഉശിരും കൂടെ തീർത്തു തരും അവര്. ഏട്ടാ, അയ്യോ, മാറി നിക്കടാ ഇങ്ങോട്ട്. എടോ, you bastard! I will come back, you bastard! I will come back! I will come back! ഏട്ടാ, ഹലോ. ഏട്ടാ, ഇത് മിസ് ഫെലിക്സ് അല്ലേ? അതെ, ഐ എം സാൻഡ്ര. ഇവിടെ കാണാൻ വരുമ്പോഴൊക്കെ ഹരി പറയാറുണ്ട്. പിന്നെ ജയിലിലേക്ക് അയക്കുന്ന എല്ലാ കത്തിലും ഏട്ടത്തെയും സുധ എഴുതാറുമുണ്ട് സാന്ദ്രയെ കുറിച്ച്. പ്ലീസ് കം. എങ്ങനെ, എന്തിനൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു തടവ് പുള്ളിയുടെ അനിയനാണെന്നറിഞ്ഞിട്ടും ഇവൻ ഒരു ജോലി കൊടുത്തതിന്, ഏട്ടത്തെയും സുധയൊക്കെ ഒരുപാട് ആശ്വസിപ്പിച്ചതിന് താങ്ക്സ് എ ലോട്ട്. ഏയ്, ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്താ ചെയ്തത്? നോ, യു വെയർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. എല്ലാം ഞാൻ പറയാറുണ്ട് ഹരിയോട്. നിങ്ങളുടെ ലൈഫിലെ ഈ ട്രാജഡിക്കെല്ലാം കാരണക്കാരി ഞാനാണെന്ന്. ഞാനാ ഒക്കെ തുടങ്ങിയത്. ഇൻ എ വേ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓൾ. പ്ലീസ്. അല്ല, ഞാനന്ന് വെറുതെ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ ഗൗഡയുടെ കള്ളക്കടത്തിനെ കുറിച്ച് രവിയുടെ ഏട്ടൻ ഇൻഫർമേഷൻ കൊടുക്കാൻ ശിവപ്പ സമ്മതിച്ചത്. ഒരുപക്ഷെ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓൾ ഫേറ്റ്. യെസ്, ബട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട്. അന്ന് ഗൗഡയോടുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ. കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയില്ല. ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്. രവി,
ഒരുപാട് ലോകപരിചയം ഒന്നുമില്ല ഏട്ടത്തിക്ക്. ഒരുപാടൊന്നും പഠിച്ചിട്ടുമില്ല. എങ്കിലും ഏട്ടത്തിക്ക് കാണാൻ നിന്റെ മനസ്സ്. ഇനിയിപ്പോ ഉള്ളില് വാശിയും വൈരാഗ്യവും ഒക്കെ കൊണ്ടു നടന്നിട്ട്. അതെ, ഡൽഹിയിലോ ബോംബെയിലോ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ രവിക്കൊരു ജോലി ശരിയാക്കാം. അല്ലെങ്കിൽ ഏട്ടന് ഏതെങ്കിലും പത്രത്തിൽ ജോയിൻ ചെയ്തൂടെ, പഴയതുപോലെ? മോളെ, നിന്റെ ഏട്ടന്റെ പേരിലിപ്പോ ബാക്കിയുള്ള ബിരുദങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയൂ നിനക്ക്? എക്സ് കോൺവിക്റ്റ്, ക്രിമിനൽ, ജയിൽ ബേർഡ്, ആന്റി സോഷ്യൽ. ഈ ബിരുദങ്ങളുടെ മെറിറ്റ് വെച്ച് അപേക്ഷിച്ചാൽ 4 കൈയും നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടെ ഏട്ടന് ജോലി തരുന്ന ഒറ്റ സെറ്റപ്പേ ഉണ്ടാവൂ. അണ്ടർവേൾഡ്, അധോലോകം. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന് മോഹിച്ചിട്ടല്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഓരോ രാത്രിയിലും എന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും വന്ന് പതിഞ്ഞ് കുറെ മുഖങ്ങളുണ്ട്. എഴുതി തള്ളാൻ പറ്റാത്ത കുറേയേറെ കണക്കുകളും തീർക്കാൻ. ഒക്കെ സംഭവിച്ചു പോയിന്ന് സമാധാനിക്കണം കുട്ടി. ഏട്ടത്തി സഹിക്കണില്ലേ? നോ, എനിക്കും ഏട്ടത്തിക്കും ഇവർക്കും സന്തോഷിക്കാനുണ്ടായിരുന്നത് മുഴുവൻ തല്ലി തകർത്തിട്ട് ഇപ്പോഴും ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കുന്നവരില്ലേ? ഇനി സഹിക്കുന്നത് അവരായിരിക്കും, നഷ്ടപ്പെടുന്നത് അവർക്കായിരിക്കും. ഒരു കണക്ക് പുസ്തകം മനസ്സിലുണ്ടാവില്ലേ സാന്ദ്രയ്ക്കും? തീർക്കാൻ ബാക്കി നിൽക്കുന്ന കുറെ പഴയ കണക്കുകൾ ഓരോന്ന് ഓർമ്മിച്ചെടുത്തോളൂ. ഇഫ് യു ഡു മീൻ ടു സെറ്റിൽ ഓൾഡ് സ്കോഴ്സ്.